നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വന്ധ്യത എങ്ങനെ അകറ്റാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്ററിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റും ഡോക്ടർ ജിനു ബാബുവാണ്. അതുപോലെ തന്നെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് ഈ വന്ധ്യത എന്ന് പറയുന്നത്? കുഞ്ഞുങ്ങൾക്കായി തയ്യാറെടുക്കുന്ന ദമ്പതികൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? വന്ധ്യത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒരു വർഷം നോർമലായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും അവർക്ക് പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിലാണ് അതിന് വന്ധ്യത എന്ന് പറയുന്നത്. ഇത് നോർമലായിട്ടുള്ള കപ്പിൾസിലാണ് പറയുന്നത്. എന്നാൽ സ്ത്രീയുടെ പ്രായം 35 വയസ്സിന് മുകളിലോ അല്ലെങ്കിൽ സ്ത്രീക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ, അതായത് PCOD, എൻഡോമെട്രിയോസിസ് എന്നിങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു വർഷം എന്നുള്ളത് 6 മാസത്തിനകത്തോ അല്ലെങ്കിൽ ഉടനെ തന്നെയോ വന്ധ്യതയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡോക്ടർ, ഈ വന്ധ്യതയുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? അതായത് എന്തെല്ലാം ഘടകങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത്? വന്ധ്യതയ്ക്ക് സ്ത്രീയുടെ കാരണങ്ങളാകാം, പുരുഷൻ്റെ കാരണങ്ങളാകാം. 40% സ്ത്രീയുടെ കാരണങ്ങൾ കൊണ്ടാണ് വന്ധ്യതയുണ്ടാകുന്നത്, 40% പുരുഷൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് വന്ധ്യതയുണ്ടാകുന്നത്. ബാക്കി 20% എന്ന് പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിയാണ്. അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ സ്ത്രീ വന്ധ്യതയുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഓവുലേഷനിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് PCOD, അമിതവണ്ണം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് ഓവുലേഷൻ ആകാനുള്ള ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുണ്ട്. അതോടൊപ്പം തന്നെ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയും, ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ കഞ്ചനിറ്റലി അവർക്ക് ജനിതകമായിട്ട് തന്നെ അവരല്ലെങ്കിൽ അറ്റ് ബർത്ത് തന്നെ യൂട്രസിൻ്റെ ഷേപ്പിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴകൾ, ഫൈബ്രോയിഡ് പോലെയുള്ള മുഴകൾ ഉണ്ടെങ്കിലോ, സെപ്റ്റം, പോളിപ്പ് എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും യൂട്രസിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസം കാരണം പ്രഗ്നൻസി ആകാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ട്യൂബിലുള്ള ബ്ലോക്കാണ്. നോർമലി യൂട്രസിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു ഭാഗമാണ് അണ്ടവാഹിനിക്കുഴൽ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അണ്ടത്തെ സ്വീകരിക്കുന്നത് അണ്ടവാഹിനിക്കുഴലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അണ്ടവാഹിനിക്കുഴലിൽ എന്തെങ്കിലും ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രീവിയസ് സർജറി എന്തെങ്കിലും ചെയ്തിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിലും വന്ധ്യതയുടെ ഒരു കാരണമായിട്ട് പറയാറുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രായം കൂടുന്നത്, 35 വയസ്സിന് മുകളിലുള്ള പ്രായം എന്ന് പറയുന്നത് അഡ്വാൻസ് മെറ്റേണൽ ഏജ് ആണ്. അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് അണ്ടങ്ങളുടെ അളവ് കുറഞ്ഞിരിക്കാനും അണ്ടങ്ങളുടെ ക്വാളിറ്റി മോശമാകാനുള്ള സാധ്യതകളുണ്ട്. അതും മറ്റൊരു കാരണമാണ്. ഇനി പുരുഷന്മാരുടെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പുരുഷൻ്റെ ബീജ പരിശോധനയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ബീജ പരിശോധനയിൽ ബീജത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ മോട്ടിലിറ്റി കുറഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ നല്ല ബീജങ്ങളുടെ അളവ് കുറഞ്ഞിരിക്കുകയോ ചെയ്യുന്ന സിറ്റുവേഷൻസാണ് നമ്മൾ പുരുഷന്മാരിൽ പ്രധാനമായിട്ടും കാണാറുള്ളത്. മറ്റു ചില പുരുഷന്മാരിൽ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരികയോ മംസൊക്കെ പോലെയുള്ള ഇൻഫെക്ഷൻസ് വരികയോ എന്തെങ്കിലും സർജറി, വൃഷ്ണഭാഗത്ത് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ ജന്മനാ തന്നെ എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലംസ് ഉള്ള പുരുഷന്മാരോ ആണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള പുരുഷന്മാരിലും വന്ധ്യതാ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. പിന്നെ പൊതുവെയായിട്ട് ഇപ്പോൾ പുരുഷന്മാരിൽ കൂടി വരുന്ന മദ്യപാനം, പുകവലി, അമിതവണ്ണം, ഡ്രഗ്സിൻ്റെ അബ്യൂസ് എന്നിവയെല്ലാം വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഓരോ കാരണങ്ങളാണ്. പല കാര്യങ്ങളും ഇപ്പോൾ ഡോക്ടർ വന്ധ്യതയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഈ പാരമ്പര്യം എന്ന് പറയുന്നില്ലേ, പാരമ്പര്യം വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമാണോ? അതുമല്ലെങ്കിൽ ഈ അമിതവണ്ണം, PCOD, PCOS തുടങ്ങിയ എത്രത്തോളം കാരണങ്ങളുണ്ട് വന്ധ്യതയ്ക്ക്? വന്ധ്യതയ്ക്ക് പാരമ്പര്യം എന്ന് പറയുന്നത്, വന്ധ്യത ഒരു പാരമ്പര്യ രോഗമായിട്ട് വരുന്ന ഒരു അസുഖമല്ല. അത് പ്രധാനമായിട്ടും സ്ത്രീകളിൽ മദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനൊക്കെ എന്തെങ്കിലും PCOD അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അമ്മയ്ക്കുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത, പെൺകുട്ടികൾക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന മുഴകളാകാം. ഫൈബ്രോയിഡ് മുഴകളും ഫാമിലിയിലായിട്ടും ഇൻഹെറിറ്റഡായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ പുരുഷന്മാരിൽ ചില ജനറ്റിക് പ്രോബ്ലംസ് പരമ്പരാഗതമായിട്ട് കാണാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു നമ്മൾ ഇൻഹെറിറ്റഡായിട്ട് വന്ധ്യതയുടെ കാരണങ്ങളെന്ന് പറയുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ വന്ധ്യത വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതായത് എങ്ങനെ തടയാം നമുക്കിതിനെ? വന്ധ്യത സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും പ്രായമാണ് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ 35 വയസ്സിന് മുൻപ് തന്നെ അവർ പ്രഗ്നൻസി ആകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളും PCOD പോലെയുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ സ്ത്രീകളിൽ വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വരുത്തുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. PCOD പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കാണുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പുരുഷന്മാരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും
പ്രായം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 35 എന്നുള്ളത് പുരുഷന്മാരിൽ 40 വയസ്സാണ് പറയുന്നത്. 40 വയസ്സിന് മുകളിലോട്ട് വരുമ്പോഴേക്കും പുരുഷന്മാരിലുള്ള ബീജത്തിൻ്റെ നല്ല ബീജങ്ങളുടെ അളവ് കുറയാനും ബീജസംഖ്യ കുറയുന്നതൊക്കെ ആയിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ അമിതവണ്ണമുള്ള പുരുഷന്മാർ പുകവലി, മദ്യപാനം എന്നിങ്ങനെയുള്ള ദുശീലങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഒഴിവാക്കുന്നത് വന്ധ്യത ഒഴിവാക്കാനുള്ള ഒരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ട്രീറ്റ്മെൻറ്റുകളിലൂടെ തന്നെ നമുക്ക് കുട്ടികളാകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ദൈർഘ്യം കൂടി പോവുകയാണ്, അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ഇൻഫെർട്ടിലിറ്റി കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ആയിട്ടുള്ള IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് ചിലപ്പോൾ നമുക്ക് പോകേണ്ടതായിട്ട് വരാം. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഈ വന്ധ്യതയുണ്ടോ എന്ന് അറിയുന്നതിന് ദമ്പതികൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? എവിടെയാണ് ഇതിനൊക്കെ ചികിത്സ തേടേണ്ടത്? അതുപോലെ എന്തെല്ലാം ടെസ്റ്റുകളാണ് നിർബന്ധമായിട്ടും ദമ്പതികൾ നടത്തേണ്ടത്? അതായത് കല്യാണത്തിന് ശേഷം ഒരു വർഷം അവർ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നോർമലായിട്ട് ട്രൈ ചെയ്തു. അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിച്ച് അവർ പ്രഗ്നൻസിക്കായിട്ട് ട്രൈ ചെയ്തിട്ടും കുഞ്ഞുങ്ങളാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ഇതിനെന്തെങ്കിലും കുട്ടികളാകാത്തതിൻ്റെ കാരണം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കേണ്ടതാണ്. പിന്നെ ചില സ്ത്രീകളിൽ നമുക്ക് നേരത്തെ തന്നെ അവർക്കറിയാം, ചിലരുടെ പീരിയഡ്സ് ഇറഗുലർ ആയിരിക്കാം, PCOD കാണും, ചിലർക്ക് എൻഡോമെട്രിയോസിസ് കാണും, ചിലർക്ക് ഫൈബ്രോയിഡ് കാണും. അത്തരത്തിലുള്ള സ്ത്രീകൾ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. സ്ത്രീകളിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യമായി തന്നെ നോർമലായിട്ടുള്ള ഓവുലേഷൻ, അണ്ടോൽപാദനം എല്ലാ മാസവും നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അത് നോർമലായിട്ടുള്ള പീരീഡ്സിൻ്റെ ദൈർഘ്യം എത്രയാണ്, അതിൻ്റെ എത്രാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നത്, ഏത് സമയത്ത് കോൺടാക്റ്റ് ചെയ്താലാണ് അവർക്ക് കുട്ടികളാകാൻ സാധ്യതയുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അങ്ങനെ ഓവുലേഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള കിറ്റുകളൊക്കെ അവൈലബിൾ ആണ്, നമ്മുടെ ഫാർമസികളിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നമുക്ക് 100% ഓവുലേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചെയ്തിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില ഹോർമോൺ ടെസ്റ്റുകളുണ്ട്. തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടോ, മറ്റ് നമ്മുടെ അണ്ടത്തിൻ്റെ അളവൊക്കെ നോർമലാണോ എന്നറിയാനുള്ള ഹോർമോൺ ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ, ഇതൊക്കെയാണ് നിർബന്ധമായിട്ടും സ്ത്രീകൾ ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് സെമൻ അനാലിസിസ് അഥവാ ബീജപരിശോധനയാണ്. ബീജപരിശോധന ചെയ്യുന്ന ചില നിബന്ധനകളുണ്ട്. അത് നമ്മുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ചുള്ള നിബന്ധനകളെല്ലാം നമ്മൾ പാലിച്ച് ബീജപരിശോധന ചെയ്തതിന് ശേഷം അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. ശരി ഡോക്ടർ, ഈ വന്ധ്യതയ്ക്കുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? ഇപ്പോൾ നൂതന ചികിത്സാ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ. അപ്പം എന്തെല്ലാമാണ്? അതുപോലെ ഇതിന് പരിഹാരം എന്താണ്? വന്ധ്യതയ്ക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അത് എന്താണ് വന്ധ്യതയുടെ കാരണം എന്ന് ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ നിർദ്ദേശിക്കുന്നത്. ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ, അതായത് ഇപ്പോൾ ഓവുലേഷൻ നടക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓവുലേഷൻ ആകാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസും ടാബ്ലറ്റ്സ്, ഇഞ്ചെക്ഷൻസൊക്കെ അവൈലബിൾ ആണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സ്ത്രീയുടെ പ്രായം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു 20 വയസ്സുള്ള അല്ലെങ്കിൽ 25 വയസ്സുള്ള സ്ത്രീക്കും 35 വയസ്സുള്ള സ്ത്രീക്കും നമ്മൾ നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ചും അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇതുവരെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഓവുലേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറയും. എന്നിട്ട് നോർമലായിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണത്. മറ്റൊരു മൊഡാലിറ്റി എന്ന് പറയുന്നത് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ IUI എന്ന് പറയും. പ്രത്യേകിച്ച് ഈ ട്രീറ്റ്മെൻറ്റ് ഉപകാരപ്പെടുന്നത് പുരുഷന്മാർക്ക് ബീജപരിശോധനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ, ബീജത്തിൻ്റെ ചലനശേഷി കുറവോ അല്ലെങ്കിൽ നല്ല ബീജങ്ങളുടെ അളവ് കുറവ് ഉണ്ടാവുകയോ, അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട്, അതായത് ഈ വന്ധ്യതയുടെ കാരണം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും IUI പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് യൂസ്ഫുൾ ആണ്. പിന്നെ ചിലരിൽ ലാപ്രോസ്കോപ്പി നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും യൂട്രസിൻ്റെ അകത്തോ അല്ലെങ്കിൽ യൂട്രസിന് പുറത്തോ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ഡയറക്റ്റ്ലി ഒരു കീഹോൾ വഴി കണ്ടത് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ സിറ്റിങ്ങിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും, പ്രത്യേകിച്ച് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ 100% കണ്ടുപിടിക്കുന്നത് കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി വഴിയാണ്. എന്തെങ്കിലും ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സെയിം സിറ്റിങ്ങിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കീഹോളിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഈ ട്രീറ്റ്മെൻറ്റ്സിലൊന്നും പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ്സിലോട്ട് പോകണം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രായം 35 വയസ്സിന് മുകളിലോട്ടാണ്, അവരുടെ അണ്ടങ്ങളുടെ അളവ് കുറവാണ്, പല ട്രീറ്റ്മെൻറ്റ്സും ചെയ്തിട്ടും പ്രഗ്നൻസി ആകാത്തവർ, PCODക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും പ്രഗ്നൻസി ആകാത്തവർ, ബീജപരിശോധനയിൽ ബീജത്തിൻ്റെ അളവ് വളരെ കുറവ് എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ IVF ട്രീറ്റ്മെൻറ്റ് അഥവാ ICSI എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും
വന്ധ്യതയിൽ നമ്മൾ നിർദ്ദേശിക്കുന്ന ചികിത്സകൾ എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക ചികിത്സാ രീതികളുണ്ടെങ്കിൽ അതൊന്ന് വ്യക്തമാക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുണ്ട് വന്ധ്യതയ്ക്ക് കാരണമുണ്ടോ? ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമുണ്ട്. ഇന്നത്തെ ഏറ്റവും കൂടുതൽ വന്ധ്യത കൂടി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ജീവിതശൈലിയും അവരുടെ ആഹാര രീതികളുമാണ്. ആഹാര രീതികളിൽ പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിക്ക യുവാക്കൾക്കും ഇപ്പോൾ അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി വളരെ കൂടുതലാണ്. ഒബീസിറ്റി വന്നു കഴിഞ്ഞാൽ സ്ത്രീകളിലും പുരുഷന്മാരിലും അവരുടെ ഫെർട്ടിലിറ്റീനെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകാം. സ്ത്രീകളുടെ ശരീരത്തിലുള്ള പുരുഷ ഹോർമോൺ കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ PCOD, PCOS എന്നൊക്കെ പറയുന്ന ഓരോ കണ്ടീഷൻസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ അമിതവണ്ണം കാരണം അവരുടെ ബീജത്തിൻ്റെ നല്ല ബീജങ്ങളുടെ അളവ് കുറയാനും ബീജത്തിൻ്റെ സംഖ്യ കുറയാനും അതുപോലെ തന്നെ നോർമലായിട്ടുള്ള അവർക്ക് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാനുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഇജാക്കുലേറ്ററി ഡിസ്ഫങ്ഷൻ എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പുകവലി, മദ്യപാനം ഇതൊക്കെ നമ്മുടെ ഫെർട്ടിലിറ്റീനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും അവരുടെ അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ക്വാളിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കാൻ ഇങ്ങനെയുള്ള അഡിക്ഷൻസൊക്കെ കാരണമാകുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മളോട് ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. പാലക്കാട് നിന്ന് സുജയാണ്. സുജ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. എനിക്ക് 2 തവണ അബോർഷനായി. ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ തന്നെ 2 തവണ അബോർഷനായി. പിന്നെ വീണ്ടും ടെസ്റ്റുകളൊക്കെ ഞങ്ങൾ എടുത്തു. സെമൻ ടെസ്റ്റും ബാക്കി ടെസ്റ്റുകളൊക്കെ എടുത്തു. പക്ഷെ 8 മാസത്തോളമായി ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ആവുന്നേ ഇല്ല. ഈ അബോർഷൻ ആയത് എത്രാമത്തെ മാസത്തിലാണ് അബോർഷൻ ആയത്? ആദ്യത്തെ 1 മാസം 1.5 മാസം ആകുമ്പോഴേക്കും, രണ്ടാമത്തെ 2.5 മാസം കഴിഞ്ഞു. ഹാർട്ട് ബീറ്റ് വന്നതിന് ശേഷമാണ് അബോർഷൻ ആയത്? ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തപ്പോ ഇല്ലായിരുന്നു. ഓക്കെ. PCOD അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഹസ്ബൻഡിന്റെ ബീജപരിശോധനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതാണോ? ഇല്ല. അങ്ങനെയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് പ്രധാനമായിട്ട് ആദ്യത്തെ മാസങ്ങളിൽ അബോർഷൻ ആകുന്നതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ജനറ്റിക് പ്രോബ്ലംസ് ആണ്. കുഞ്ഞിന് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ കാരണമാണ് ആദ്യത്തെ മാസങ്ങളിൽ അബോർഷൻ കൂടുതലായിട്ട് വരുന്നത്. അപ്പം നിങ്ങളുടെ 2 പേരുടെയും ബ്ലഡ് പരിശോധന ചെയ്യാനുണ്ട്. കാരിയോടൈപ്പ് എന്ന് പറയും. അതിലെന്തെങ്കിലും പേരൻസിന് ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനുശേഷം ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കുക. ഇതെല്ലാം നോക്കിയതിന് ശേഷം നോർമലായിട്ട് ഓവുലേഷനൊക്കെ ആകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മെഡിസിൻസ് എടുക്കേണ്ടതാണ്. ഹലോ. പറയൂ. നോർമലായിട്ട് ഓവുലേഷനൊക്കെ ആകുന്ന ആളാണോ? അതെ. അപ്പം വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ആയിട്ട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല, എടുത്തിട്ടില്ല. അപ്പം നോർമലായിട്ട് ട്രീറ്റ്മെൻറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ഓവുലേഷനൊക്കെ ആകാൻ വേണ്ടിയുള്ള മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്കാനിങ് നോക്കേണ്ടതാണ്. എന്തെങ്കിലും ഗർഭപാത്രത്തിൽ മുഴയോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയുന്നത് നല്ലതായിരിക്കും. ആദ്യത്തെ മാസങ്ങളിൽ അബോർഷൻ ആകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജനറ്റിക് പ്രോബ്ലമാണ്. അപ്പോൾ എന്തെങ്കിലും ഇനി കൺസീവ് ആകുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളൊരു ജനറ്റിക് ടെസ്റ്റിങ് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ചികിത്സാ രീതികളെക്കുറിച്ച് പറഞ്ഞിരുന്നു വന്ധ്യതയുടെ. അപ്പോൾ അതുപോലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എപ്പോഴാണ് IVF ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരുന്നത്? അതുപോലെ തന്നെ IVF ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? IVF ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമുക്ക് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് IVF ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. IVF ചെയ്യേണ്ട സാഹചര്യങ്ങളെന്ന് പറയുന്നത് IUI നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻട്രായൂട്രൈൻ ഇൻസമിനേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് പലതവണ ചെയ്തിട്ടും പ്രഗ്നൻസി ആകുന്നില്ല. PCODക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഓവുലേഷൻ ആകാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് പലതവണ എടുത്തിട്ടും പ്രഗ്നൻസി ആകുന്നില്ല. കല്യാണത്തിൻ്റെ കഴിഞ്ഞിട്ട് എത്ര വർഷമായി, ഡ്യൂറേഷൻ ഓഫ് ഇൻഫെർട്ടിലിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ IVF ട്രീറ്റ്മെൻറ്റിലോട്ട് ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരാം. ട്യൂബിൽ ബ്ലോക്ക് ഉള്ളവർക്ക് IVF ട്രീറ്റ്മെൻറ്റാണ് നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബീജപരിശോധനയിൽ പ്രശ്നമുള്ള പുരുഷന്മാർ, അതായത് സിവിയർ ആയിട്ടുള്ള കൗണ്ട് കുറവുള്ള പുരുഷന്മാർ, 5 മില്യണിൽ താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റിൽ പോകുന്നതാണ് നല്ലത്. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി, അതായത് എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ IVF ട്രീറ്റ്മെൻറ്റിൽ പോയി കഴിയുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിൻ്റെ താഴെ നമ്മൾ ബീജവും അണ്ടമൊക്കെ പരിശോധിക്കുമ്പോഴാണ് എന്താണ് പ്രഗ്നൻസി ആകാത്തതിൻ്റെ കാരണങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഇത്തരക്കാരിലാണ് പ്രധാനമായിട്ടും IVF ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ഇനി IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ടെസ്റ്റ് ട്യൂബ് ബേബി. അതിൽ പ്രധാനമായിട്ടും ആദ്യം ചെയ്യുന്നത് സ്ത്രീക്ക് അണ്ടം വളരാനുള്ള ഇഞ്ചെക്ഷൻസ്
കൊടുത്തതിന് ശേഷം അണ്ടം നമ്മളൊരു സ്കാനിങ്ങിൻ്റെ സഹായത്തോടു കൂടി പുറത്തെടുത്ത് അത് IVF ലാബിൽ വെച്ച് ബീജവുമായിട്ട് ബീജം അണ്ടത്തിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇക്സി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. അതിനുശേഷം ഭ്രൂണമായതിനു ശേഷം ആ ഭ്രൂണം തിരിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന ട്രീറ്റ്മെൻറ്റിനാണ് IVF അല്ലെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇത് നോർമലായിട്ടുള്ള പ്രഗ്നൻസി അല്ല. 3 മാസം വരെ നോർമൽ പ്രഗ്നൻസിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള പ്രഗ്നൻസിയാണ് IVF പ്രഗ്നൻസി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പ്രേക്ഷകയുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും ദിവ്യയാണ്. ദിവ്യ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഹലോ. പറഞ്ഞോളൂ ദിവ്യ. മാം, ഞങ്ങൾ 2 വർഷമായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. ഫസ്റ്റ് ബേബി ഉണ്ട്, ഓക്കെ. ഒരു കൊച്ചുണ്ട്, 7 വയസ്സായി കൊച്ചിന്. അപ്പൊ രണ്ടാമത് ഇപ്പോൾ 2 വർഷം കൊണ്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇതാവാത്തോണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. PCOD ഉണ്ടെന്ന് പറഞ്ഞു. PCOD ഉണ്ട്. PCOD ഉണ്ട്. ഇപ്പൊ പീരിയഡ്സ് റെഗുലർ അല്ല. പീരിയഡ്സ് വന്നിട്ട് 2 മാസം 3 മാസം ഇടവിട്ട് വരും. വന്നു കഴിഞ്ഞാലും ഈ ബ്ലീഡിങ് പോകുന്നത് ഒരു 15 ദിവസം അതിൽ കൂടുതൽ കാണും. വളരെ കൂടുതലായിട്ടല്ല, പീരിയഡ്സ് ദിവസം ഇച്ചിരി പോകത്തുള്ളൂ. പക്ഷെ 15 ദിവസമൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ദിവ്യയുടെ വെയിറ്റ് എത്രയുണ്ട്? വെയിറ്റ് വന്നിട്ട് 58 ആണ്. ഡെലിവറിക്ക് ശേഷം വെയിറ്റ് കൂടിയിട്ടുണ്ടോ? കൂടിയിട്ടുണ്ട്. അപ്പൊ PCOD വന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് കൂടുമ്പോഴാണ് PCOD വരുന്നത്. അപ്പൊ ഈ ബ്ലീഡിങ് കൂടുതലായിട്ട് നിൽക്കുന്നതും എല്ലാ മാസവും കറക്റ്റായിട്ട് അണ്ടോൽപാദനം അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പ്രഗ്നൻസിക്ക് നോക്കുന്ന സമയത്ത് ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓവുലേഷൻ ആകാൻ വേണ്ടിയുള്ള ടാബ്ലറ്റ്സ് പീരീഡ്സിന്റെ 2nd ഡേ തൊട്ടാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. ലെക്ടോവൽ എന്ന് പറയുന്ന മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത്. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് സീരിയലായിട്ട് സ്കാനുകൾ എടുത്ത് നോക്കണം, ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കണം. എന്നിട്ട് നമ്മൾ വെയിറ്റ് റിഡക്ഷനും കൂടെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, വെയിറ്റ് റിഡക്ഷൻ, എക്സസൈസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ആകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റുകളിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, നമ്മൾ വന്ധ്യതയുടെ ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ചും അതുപോലെ IVF ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. ഇത്തരം ചികിത്സാ മാർഗ്ഗങ്ങളുടെ ഈ പ്രശ്നത്തിൽ എത്രത്തോളം നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും? അതുപോലെ ഈ വന്ധ്യത നമുക്ക് പൂർണ്ണമായിട്ടും അകറ്റാൻ സാധിക്കുമോ? ഈ IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 100% സക്സസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. WHO കണക്ക് പ്രകാരം 30 to 40%, അതായത് 100 പേർക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 30 തൊട്ട് 40% ആളുകൾക്കാണ് അതിന് സക്സസ് റേറ്റ് കിട്ടുക. അത് ഓരോ പേഷ്യൻറ്റിൻ്റെയും ഫാക്ടേഴ്സ് അനുസരിച്ച് മാറി വരും. പേഷ്യൻ്റെ ഏജ് നല്ല 35 വയസ്സിന് താഴെയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൗണ്ട് വലിയ കുഴപ്പമില്ലാത്തവരാണ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആണ്, എക്വാളിറ്റി നല്ലതാണ് എന്നിങ്ങനെയുള്ള കണ്ടീഷനുകളിലൊക്കെ നല്ല സക്സസ് റേറ്റ് ചിലരിൽ 50 to 60% വരെ കിട്ടാറുണ്ട്. എന്നാൽ ഏജ് കൂടി വരുന്ന സ്ത്രീകളിലായാലും ബീജത്തിൻ്റെ അളവ് വളരെ കുറവായിട്ടുള്ള പുരുഷന്മാരിലോ അല്ലെങ്കിൽ സ്പേം ക്വാളിറ്റിയിലോ എക്വാളിറ്റിയിലോ ഒക്കെ കോംപ്രമൈസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സക്സസ് കുറച്ചും കൂടി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല IVF എന്ന് പറയുന്നത്. പിന്നെ വന്ധ്യത എന്ന് പറയുന്നത് നമുക്ക് 100% അങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു ഇതൊന്നുമല്ല. അതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തുകൊണ്ടാണ് വന്ധ്യത ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ PCOD ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ വെയിറ്റ് കുറയ്ക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. നോർമലായിട്ടുള്ള വെയിറ്റിൻ്റെ ഒരു 5 to 10% നമ്മൾ കുറച്ചാൽ പോലും PCOD ഉള്ളവരിൽ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അമിതവണ്ണമുള്ള പുരുഷന്മാരാണ് സ്ത്രീകളാണെന്നുണ്ടെങ്കിലും ആ ഒരു ഹോർമോണൽ വ്യതിയാനം കാരണം വന്ധ്യത ഉണ്ടാകുന്നത്. ചിലപ്പോൾ അവർ വെയിറ്റ് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും വേറെ മുഴകളോ അങ്ങനെ എന്തെങ്കിലും അത് കാരണമാണ്, ഫൈബ്രോയിഡൊക്കെ പോലെയുള്ള മുഴകൾ കാരണമാണ് വന്ധ്യത ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ആ മുഴകൾ നമ്മൾ കീഹോളിലൂടെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവരുടെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവരുടെ ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് അവർക്ക് ഹോർമോൺ ടാബ്ലറ്റ്സിലൂടെയും ഇഞ്ചക്ഷൻസിലൂടെയൊക്കെ ബീജത്തിൻ്റെ അളവ് കൂടുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ചിലർക്ക് ബീജം പുറത്തു വരാനുള്ള ബുദ്ധിമുട്ടായിരിക്കും, ഒബ്സ്ട്രക്ഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് സർജിക്കലി സ്പേം റിട്രീവ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് ഒക്കെ അവൈലബിൾ ആണ്. ചിലരുടെ വൃഷ്ണങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റിസിൻ്റെ പ്രവർത്തനം നേരത്തെ നിന്ന് പോയവരുണ്ട്, ടെസ്റ്റിക്കുലർ ഫെയിലിയറിലോട്ട് പോയവരുണ്ട്. അത്തരക്കാരിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചിലപ്പോൾ സക്സസ് ആയി എന്ന് വരത്തില്ല. അപ്പം ഓരോരുത്തർക്കും സ്ത്രീക്കായാലും പുരുഷനായാലും അവരുടെ വന്ധ്യതയുടെ കാരണം എന്താണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി നമ്മളോട് ചേരുന്നുണ്ട്. ബാലുശ്ശേരിയിൽ നിന്നും ശശിയാണ്. ശശി, ഡോക്ടറോട് ചോദിക്കാം. ഹലോ.
ഹലോ ഹലോ, ആ പറഞ്ഞോളൂ. ഹലോ, ശശിയാണ്, വാലിശ്ശേരി. പറഞ്ഞോളൂ. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഹലോ, മകൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആ ഹലോ. ആ എൻ്റെ മകൾക്ക് വേണ്ടി ചോദിക്കുക. ആ ചോദിച്ചോളൂ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എൻ്റെ മോളെ 6 കൊല്ലം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഓക്കെ. ഇതുവരെ ഒരു മക്കളായിട്ടില്ല. ഓക്കെ, എന്തെങ്കിലും പരിശോധനകൾ ചെയ്തിട്ടുണ്ടോ? പരിശോധന ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഇവിടെ കാണിച്ച് ഓരോ കൂടി എപ്പോൾ ഉള്ളത് പശ്ചിമ ബംഗാളാണ്. അടുത്ത ദിവസം ഓള് വരുന്നുണ്ട്, ഓന് വരാൻ പറ്റൂല. ഓക്കെ. ജോലിയുള്ള ആളാ. ഓക്കെ, അപ്പം ഡോക്ടറെ കാണിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ പറഞ്ഞായിരുന്നോ? ആദ്യമൊക്കെ അവർക്ക് നമ്മൾ ഡേറ്റുകൾ മാറ്റമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡേറ്റൊക്കെ ഇപ്പോൾ റെഡിയായി, മരുന്നൊക്കെ കുറിച്ച് ടോണിക്കൊക്കെ കുറിച്ചിട്ട് ഡേറ്റൊക്കെ റെഡിയാണ്. ഓനെന്തോ കുഴപ്പമുണ്ടെന്നാ പറഞ്ഞു കേട്ടത്. ഓക്കെ, അപ്പം പൗണ്ടിന്റെ കുറവുണ്ടല്ലേ? അപ്പോൾ കൗണ്ടിൻ്റെ കുറവുള്ളപ്പോൾ അത് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എത്ര കുറവുണ്ടെന്നുള്ളത് അറിഞ്ഞാലേ നമുക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. വളരെ കുറവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടില്ല, കൗണ്ടിന്റെ എന്തോ കുറവാ, ഓനാ കുഴപ്പമെന്നാ കേട്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ IUI എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ബീജാകത്തോട്ട് വെക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ ഇത്തരം ചികിത്സാ മാർഗങ്ങളിലൂടെ ഈ പ്രശ്നത്തിന് എത്രത്തോളം പരിഹാരം കാണും? അതുപോലെ ഈ വന്ധ്യത നമുക്ക് അകറ്റാൻ സാധിക്കും? അതൊക്കെ ഇപ്പം ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഈ വന്ധ്യത അകറ്റാനുള്ള ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഇന്ന് നമുക്കിടയിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പം എന്താണ് ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? വന്ധ്യതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മാത്രം പ്രശ്നമാണ് വന്ധ്യത എന്നുള്ളതാണ്. അങ്ങനെയല്ല. പണ്ടുകാലത്ത് പുരുഷന്മാർക്ക് വന്ധ്യതയില്ല, സ്ത്രീകളിലെ മാത്രമാണ് ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. 40%, അതായത് സ്ത്രീകളുടെ ഒപ്പം തന്നെ പുരുഷ വന്ധ്യതയുടെ കാരണങ്ങൾ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വന്ധ്യത എന്ന് പറഞ്ഞാൽ ഒരു കപ്പിളായിട്ടാണ് നമ്മൾ എപ്പോഴും അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. അത് സ്ത്രീയുടെ പ്രശ്നങ്ങളാകാം, പുരുഷൻ്റെ പ്രശ്നങ്ങളാകാം. രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, ഈ വന്ധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് IVF മാത്രമാണ് അതിൻ്റെ ചികിത്സാ രീതി എന്നാണ്. അങ്ങനെയൊന്നുമല്ല. പല ചെറിയ ട്രീറ്റ്മെൻറ്റുകളിലൂടെ നമ്മൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ട്രീറ്റ്മെൻറ്റുകളുടെ മെഡിസിൻസ്, ഇഞ്ചെക്ഷൻസ് ഒക്കെ വഴി തന്നെ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ചിലർക്ക് ട്യൂബിൽ ബ്ലോക്ക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി വഴിയൊക്കെ വന്ധ്യതയുടെ കാരണങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്ധ്യതാ ചികിത്സയിൽ വരുന്നത്. പിന്നെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇരട്ടക്കുട്ടികൾ അല്ലെങ്കിൽ ട്വിൻസൊക്കെ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നൊക്കെ പറയാറുണ്ട്. അതും ഒരു തെറ്റിദ്ധാരണയാണ്. എത്ര ഭ്രൂണം അകത്ത് വയ്ക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് സിംഗിൾ ബേബി ആണോ, ട്വിൻസ് ആണോ, ട്രിപ്ലെറ്റ്സ് ആണോ എന്നൊക്കെയുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ സിംഗിൾ ബേബിയെ വെച്ചാൽ പോലും അത് സ്പ്ലിറ്റ് ചെയ്ത് ട്വിൻസൊക്കെ ആകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ IVF എന്ന് പറയുമ്പോൾ എപ്പോഴും മൾട്ടിപ്പിൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ട്വിൻസ് ആകണമെന്ന് നിർബന്ധമില്ല. പിന്നെ മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, IVF ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ അല്ലെങ്കിൽ ജനിതക പ്രശ്നങ്ങളോ വൈകല്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണോ, അനോമലീസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണോ എന്ന് ചോദിക്കാറുണ്ട്. അതും ഒട്ടും കൂടുതലല്ല. നോർമലായിട്ട് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ കുഞ്ഞിന് എത്രത്തോളം വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ടോ അത്രയും മാത്രമേ IVF ട്രീറ്റ്മെൻറ്റ് വഴി ട്രീറ്റ്മെൻറ്റ് ചെയ്തുണ്ടാകുന്ന കുട്ടികൾക്കും വൈകല്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ശരി ഡോക്ടർ, വ്യക്തമാണ്. വന്ധ്യത എങ്ങനെ അകറ്റാം എന്നതാണ് ഹെലോ ഡോക്ടറോട് നമ്മൾ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻ്ററിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജീന ബാബുവാണ്. അതുപോലെ തന്നെ കൺസൾട്ടൻ്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമാണ് ഡോക്ടർ നന്ദി. ഹെലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.